Hello everyone, welcome to Daffodil Learning. This is me, Vijitha Kurakar. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ വീഡിയോ ആണ്. നമുക്കറിയാം ഇത് അത്യാവശ്യം ഒരു വലിയ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഏറ്റവും ഷോർട്ട് ടൈമിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, അപ്പം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഓർഗാനിസംസിനൊക്കെ നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. നമ്മുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഓർഗാനിസംസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് പല പല ക്രൈറ്റീരിയാസ് ബേസ് ചെയ്താകാം. അങ്ങനെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്ന ക്ലാസിഫിക്കേഷനാണ്. അത് വളരെ സിമ്പിളായിട്ടൊരു ക്ലാസിഫിക്കേഷനായിരുന്നു. ഹി ഡിവൈഡഡ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്സ്, അതുപോലെ ഷ്രബ്സ് ആൻഡ് ട്രീസ്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് പ്ലാന്റ്സിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. പിന്നീട് വന്ന ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ആൾ നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള വ്യക്തിയാണ് കരോളസ് ലീനസ്. അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ബയോളജിക്ക് കൊടുത്ത ആളാണ്. നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഫാദർ ഓഫ് ടാക്സോണമി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്യുന്നതും നമ്മുടെ കരോളസ് ലീനസ് ആണ്. അദ്ദേഹം രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയെ. ഓക്കെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ എന്നുള്ള രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് കരോളസ് ലീനസ് ക്ലാസിഫൈ ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം നമ്മുടെ RH വിറ്റാക്കറാണ് കൊണ്ടുവരുന്നത്. അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പഠിക്കാനുള്ളത്. RH വിറ്റാക്കർ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ഇയർ 1969 ആണ്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ ഇൻ ദ ഇയർ 1969. അദ്ദേഹം 5 കിങ്ഡംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ആ കിങ്ഡംസിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ദ കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡംസ്. ഓക്കെ, മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡംസ് ആയിട്ടാണ് RH വിറ്റാക്കർ ക്ലാസിഫൈ ചെയ്തത്. അത് ചുമ്മാ അങ്ങ് ക്ലാസിഫൈ അല്ലായിരുന്നു, കുറച്ചധികം ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ ക്രൈറ്റീരിയാസ് നമുക്കറിയാം. സെൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ താലസ് ഓർഗനൈസേഷൻ, നമ്മുടെ അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബോഡിയാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. അപ്പോൾ താലസ് ഓർഗനൈസേഷനെ ബേസ് ചെയ്ത്, അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ബേസ് ചെയ്ത്, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് നമുക്കറിയാം എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ RH വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. 3 ഡൊമെയിൻസ് ഓഫ് ലൈഫ് കൊണ്ടുവരുന്നത് ആക്ച്വലി നമ്മുടെ കാൾ വൂസ് ആണ്. ഓക്കെ, ഇൻ ദ ഇയർ 1990 ആണ് 3 ഡൊമെയിൻസ് ഓഫ് ലൈഫ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. ഹി ഓൾസോ പ്രപ്പോസ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻക്ലൂഡഡ് ഓൾ ഓർഗാനിസംസ് ഇൻ 6 കിങ്ഡംസ് ഇൻ ടു 3 ഡൊമെയിൻസ്. ഓക്കെ, 3 ഡൊമെയിനിലായിട്ട് 6 കിങ്ഡംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കാൾ വൂസ് 1990 കൊണ്ടുവന്നത്. അപ്പം ഏതൊക്കെയായിരുന്നു ആ ഡൊമെയിൻ നമുക്ക് നോക്കാം. 3 ഡൊമെയിൻസ് ആണ് നമ്മൾ മനസ്സിലാക്കി. ആ 3 ഡൊമെയിൻസ് എന്ന് പറയുന്നത് ഒന്ന് ആർക്കയിൽ വരുന്ന കിങ്ഡമാണ് ആർക്കെ ബാക്ടീരിയ. പിന്നെ വരുന്ന ഡൊമെയിനാണ് ബാക്ടീരിയയിൽ വരുന്ന കിങ്ഡമാണ് യു ബാക്ടീരിയ. അതുപോലെ അടുത്തൊരു ഡൊമെയിനാണ് യൂക്കാരിയ. അതിൽ വരുന്ന 4 കിങ്ഡംസ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ഇതാണ് നമ്മുടെ 3 ഡൊമെയിൻസ് ഓഫ് ലൈഫ് ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ കാൾ വൂസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഓരോ കിങ്ഡം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കിങ്ഡം മൊണേറ. കിങ്ഡം മൊണേറയെ കുറിച്ച് പറയുമ്പം നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയാസ് ആണ് കിങ്ഡം മൊണേറയിലെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബാക്ടീരിയ ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഷേപ്പ് കോക്കസ് ഷേപ്പാണ് എന്ന് പറയുന്നത്. കോക്കസ് എന്ന് പറയുന്ന സ്ഫെറിക്കൽ ഷേപ്പിനെയാണ് പറയുന്നത്. ഇനി ബാസിലസ് ഇറ്റ് ഇസ് റോഡ് ഷേപ്പ്. ഇനി വിബ്രിയം എന്ന് പറയുന്നത് കോമ ഷേപ്ഡ് ആണ്. ആൻഡ് സ്പൈറലം ഇറ്റ് ഇസ് സ്പൈറൽ ഷേപ്പ്. അപ്പം കോക്കസ് സ്ഫെറിക്കൽ ഷേപ്പ്, ബാസിലസ് റോഡ് ഷേപ്പ്, വിബ്രിയം കോമ ഷേപ്പ്, സ്പൈറലം സ്പൈറൽ ഷേപ്പ്. ഓക്കെ, ഇനി
ബാക്ടീരിയ ദേ ആർ സിമ്പിൾ ഇൻ സ്ട്രക്ചർ ബട്ട് കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. ഓക്കെ, അവരുടെ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, പക്ഷെ അവരുടെ ബിഹേവിയർ വളരെ കോംപ്ലക്സ് ആണ്. ഇത് അസേർഷൻ റീസൺ ആയിട്ടൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുള്ളൊരു സെൻറ്റൻസ് ആണ്. ബാക്ടീരിയാസിൻ്റെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണെങ്കിലും അവരുടെ ബിഹേവിയർ കോംപ്ലക്സ് ആണ്. ഇനി നോക്കാനുള്ളത് ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഏറ്റവും കൂടുതലും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെറ്റബോളിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നത് നമ്മുടെ ബാക്ടീരിയ ഗ്രൂപ്പാണ്. ഓക്കെ, പിന്നെ ഈ കിങ്ഡം മൊണേറയുടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ആർക്കെ ബാക്ടീരിയാസ്. അപ്പം നമ്മുടെ കിങ്ഡം മൊണേറയുടെ ആർക്കെ ബാക്ടീരിയ നോക്കുമ്പം ആർക്കെ ബാക്ടീരിയ ദേ ആർ ലിവിങ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ്. ഓക്കെ, വളരെ ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിൽ ലിവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് നമ്മുടെ ആർക്കെ ബാക്ടീരിയ. എന്താണ് അവരെ സ്പെഷ്യൽ ആക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സെൽ വോൾ സ്ട്രക്ചർ. ഓക്കെ, അവരുടെ സെൽ വോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ. ഓക്കെ, വളരെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു സെൽ വോൾ ആണ് ഈ ആർക്കെ ബാക്ടീരിയയ്ക്കുള്ളത്. അത് എക്സ്ട്രീംലി പല ക്ലൈമറ്റിക് കണ്ടീഷൻസിലും അവർക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു സെൽ വോൾ കാരണമാണ്. അങ്ങനെ 3 തരത്തിലുള്ള ആർക്കെ ബാക്ടീരിയാസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് എന്ന് പറയുന്നത് സോൾട്ട് ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അതായത് സോൾട്ടി ഏരിയാസിലാണ് ഈ ഹാലോഫൈൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് തെർമോ ആസിഡോഫൈൽസ്. അത് ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ നമ്മൾ പറയുന്നതാണ് തെർമോ ആസിഡോഫിൽസ്. പിന്നെ ഉള്ളതാണ് മെഥനോജൻസ്. മെഥനോജൻസ് മാർഷി ഏരിയാസിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഗട്ട് ഓഫ് റൂമിനന്റ് ആനിമൽസിലും നമുക്ക് മെഥനോജൻസ് കാണാൻ പറ്റും. ദേ പ്രൊഡ്യൂസ് മീഥെയിൻ ഗ്യാസ്. അപ്പം 3 തരത്തിലുള്ള ആർക്കെ ബാക്ടീരിയാസ് ആണ് ഹാലോഫൈൽസ്, തെർമോ ആസിഡോഫൈൽസ് ആൻഡ് മെഥനോജൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ആർക്കെ ബാക്ടീരിയയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയുള്ളതാണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ ട്രൂ ബാക്ടീരിയ. Okay, it is characterized by a rigid cell wall which is made up of non-cellulosic polysaccharides and proteins. Okay, അവർക്കൊരു റിജിഡ് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്, and that cell wall is made up of a non-cellulosic polysaccharides and proteins. And eubacterias different types നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. പിന്നെ വരുന്നതാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, പിന്നെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് ദേ യൂസ് ലൈറ്റ് ആസ് എനർജി സോഴ്സ്. ഓക്കെ, ലൈറ്റ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ദേ ആർ അനോക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സ്. എന്താണ് ഈ അനോക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഫോട്ടോസിന്തസിസിൻ്റെ ഒരു മെയിൻ ബൈ പ്രോഡക്റ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പം അനോക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സിൻ്റെ പ്രത്യേകത അവരുടെ ഫോട്ടോസിന്തസിസിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജൻ കിട്ടുന്നില്ല. അതിനാണ് നമ്മൾ അനോക്സിജനിക് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ മനസ്സിലാക്കണം. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ, പിന്നെ പേർപ്പിൾ സൾഫർ ബാക്ടീരിയ, പിന്നെ പേർപ്പിൾ നോൺ സൾഫർ ബാക്ടീരിയ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. ഓക്കെ, ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിലേക്ക് വരുമ്പം അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ, ആൻഡ് ദേ യൂസ് റിലീസ് എനർജി ഫോർ ദർ ATP പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം അവർ ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ ഇവരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നു. അതിനുശേഷം ആ റിലീസ് എനർജി ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഓക്കെ, സോ ദേ ഹെൽപ്സ് ഇൻ ന്യൂട്രിയൻ റീസൈക്ലിംഗ് ഓഫ് നൈട്രജൻ, phosphorus, iron and sulfur. Okay, ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസിലേക്ക് വരുമ്പം ദേ ആർ ഡീകമ്പോസേഴ്സ്. ദേ ഹെൽപ്പ് ഇൻ മേക്കിംഗ് കേർഡ് ഉണ്ടാക്കാനായിട്ട് ഈ ഡീകമ്പോസേഴ്സ് ആയിട്ട് നമ്മുടെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷനും നമ്മുടെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഏതൊക്കെ ഡിസീസസ് ആണ്? ഒന്ന് കോളറ, പിന്നെ ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. ഓക്കെ, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ഇങ്ങനെയുള്ള ചില ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. കേർഡ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡീകമ്പോസേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ്. അപ്പം നമുക്കറിയാം ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ റീപ്രൊഡ്യൂസ് ബൈ ഫിഷൻ. ഫിഷനാണ് ഇവരുടെ മെയിൻ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ചില അൺഫേവറബിൾ കണ്ടീഷൻസിലാണെങ്കിൽ ദേ ക്യാൻ പ്രൊഡ്യൂസ് സ്പോർസ്. സ്പോർസിൻ്റെ പ്രൊഡക്ഷൻ വഴിയാണ് അൺഫേവറബിൾ കണ്ടീഷനിൽ ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്.
ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഒരു DNA ട്രാൻസ്ഫർ ആണ്. അതാണ് ഇവരുടെ ബാക്ടീരിയാസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, മെയിൻലി ഫിഷനാണ്. അൺഫേവറബിൾ കണ്ടീഷൻസിൽ ഇവർക്ക് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റീപ്രൊഡക്ഷൻ. അപ്പം നമുക്കിനി സൈനോ ബാക്ടീരിയയെ കുറിച്ച് നോക്കാം. ദ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ലൈക്ക് സൈനോബാക്ടീരിയ, സൈനോബാക്ടീരിയയുടെ വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി അല്ലെങ്കിൽ BGA എന്നൊക്കെ നമ്മൾ പറയും. Some like Anabina and Nostoc have specialized cells called heterocysts for nitrogen fixation. അപ്പം ഈ സൈനോബാക്ടീരിയസിന് എക്സാമ്പിൾ ആണ് നമുക്കറിയാം അനബീന, നോസ്റ്റോക്ക് ഒക്കെ. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ഹാവ് സം സ്പെഷ്യലൈസ്ഡ് സെൽ കോൾഡ് ഹെട്രോസിസ്റ്റ്. ഓക്കെ, അവരുടെ ആ സ്പെഷ്യലൈസ്ഡ് സെല്ലിൻ്റെ പേരാണ് ഹെട്രോസിസ്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഹെൽപ്സ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഹെട്രോസിസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് സൈനോബാക്ടീരിയ. ആൻഡ് ദേ ആർ യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, ദേ ആർ യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്, അതുപോലെ തന്നെ ഫിലമെൻറ്റസ് ആണ്, ഫ്രഷ് വാട്ടർ ഓർ മെറൈൻ ഓർ ടെറസ്ട്രിയൽ ആൽഗെ. ഓക്കെ, അപ്പോൾ സൈനോബാക്ടീരിയാസ് യൂണിസെല്ലുലാർ ആകാം, കൊളോണിയൽ ആകാം, ഫിലമെൻറ്റസ് ആകാം, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ മെറൈൻ ആകാം, അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആൽഗെ ആകാം. ഓക്കെ, അപ്പം ആൽഗെ ബ്ലൂം ഈസ് റിച്ച് ഗ്രോത്ത് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഓവർ ദ സർഫസ് ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ഓക്കെ, പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൻ്റെ സർഫസിൽ നമുക്ക് ആൽഗെ ബ്ലൂംസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് റിച്ച് ഗ്രോത്ത് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇനി നമുക്ക് പഠിക്കാനുള്ള കിങ്ഡം മൊണേറയുടെ നമ്മുടെ ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മാസ്. ഓക്കെ, മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വോൾ, സെൽ വോൾ ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് നമ്മുടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദേ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് നോൺ പ്രോകാരിയോട്സ് ആണ് നമ്മുടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, ഓക്സിജൻ ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദേ ആർ പാത്തജനിക് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൽ പാത്തജനിക് ആണ്. ദേ കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വോൾ, ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് ആണ്. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ, പാത്തജനിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ അതാണ് മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത കിങ്ഡത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, കിങ്ഡം പ്രോട്ടിസ്റ്റ ഇറ്റ് കംപ്രൈസസ് ഓഫ് ഓൾ സിംഗിൾ സെൽഡ് യൂകാരിയോട്സ്. നമുക്കറിയാം കിങ്ഡം മൊണേറ എന്ന് പറയുന്നത് സിംഗിൾ സെൽ അല്ലെങ്കിൽ യൂണിസെല്ലാർ പ്രോകാരിയോട്സ് ആണ് കിങ്ഡം മൊണേറയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്നാൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വരുമ്പോൾ ഓൾ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂകാരിയോട്സ് ആണ്, അതായത് യൂണിസെല്ലുലാർ യൂകാരിയോട്സ് ആണ് നമ്മുടെ എവിടെ വരുന്നത്, നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നു. ഓക്കെ, യൂണിസെല്ലാർ ആണ്, യൂണിസെല്ലാർ ആയിട്ടുള്ള യൂകാരിയോട്സ്. ക്ലിയർ? ആൻഡ് ദേ ഫോംസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഫംജി. ഓക്കെ, പ്ലാന്റ്സ്, ആനിമൽസ്, ഫംജി ഇവർ തമ്മിൽ ഒരു ലിങ്ക് ഫോം ചെയ്യുന്ന ഒരു കിങ്ഡം കൂടിയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റ. ഓക്കെ, ആൻഡ് ദേ ആർ ഡിവൈഡഡ് ഇൻടു ഫോട്ടോസിന്തറ്റിക് പ്രോട്ടിസ്റ്റ്, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആൻഡ് പ്രോട്ടോസോൻ പ്രോട്ടിസ്റ്റ്. ഓക്കെ, മൂന്നായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ഉണ്ട്, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോസോൻ പ്രോട്ടിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലേക്ക് പോവാം. മെയിൻലി 5 ആയിട്ടാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോൺസ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ക്രൈസോഫൈറ്റ്സിലേക്ക് പോവാം. Chrysophytes has diatoms and golden algae. Golden algae നമ്മൾ ഡെസ്മിഡ്സ് എന്ന് പറയും. അവരാണ് ക്രൈസോഫൈറ്റ്സിൽ മെയിൻ ആയിട്ടുള്ളത്. ദേ ആർ ഫ്രഷ് വാട്ടർ മെറൈൻ, ഫ്രഷ് വാട്ടർ ഓർ മെറൈൻ ആണ്. അതുപോലെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളതുണ്ട്, മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടൺസ്. ദേ ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ. ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് മെയിൻലി ഡയറ്റംസ് ആണ്. നമുക്ക് ഗ്രൂപ്പ് ക്രൈസോഫൈറ്റ്സ് ഗ്രൂപ്പ് തന്നെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ എന്ന് പറയാം. അതുപോലെ അവരുടെ സെൽ വാളിനൊരു പ്രത്യേകതയുണ്ട്. ദ സെൽ വാൾസ് ഹാവ് സിലിക്ക വിച്ച് മേക്സ് ഇറ്റ് ഇൻഡിസ്ട്രക്റ്റബിൾ ആൻഡ് സെൽ വാൾസ് ഓവർലാപ്പ് ടു ഫിറ്റ് ടുഗെദർ ലൈക്ക് എ സോപ്പ് ബോക്സ്. അപ്പം അവരുടെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ്. അത് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്, എത്ര നാൾ കഴിഞ്ഞാലും അതിനെ നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് നമുക്കറിയാം ഡയറ്റമിഷ്യസ് എർത്തായിട്ട് മാറും. ദർ അക്യുമുലേഷൻ ഫോംസ് ഡയറ്റമിഷ്യസ് എർത്ത് അല്ലെങ്കിൽ ക്രിട്ടി സോയിൽ എന്നൊക്കെ നമ്മൾ പറയും. ഇതിന് കുറച്ച് ഉപയോഗങ്ങളുണ്ട്. ദർ മെയിൻ യൂസസ് എന്ന് പറയുന്നത് പോളിഷിങ്, അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഇതിനാണ് മെയിൻലി നമ്മുടെ ഡയറ്റമിഷ്യസ് എർത്തിൻ്റെ യൂസസ് ആണ് പോളിഷിങ്, അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. അപ്പോൾ അതാണ് ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഡയറ്റംസ്, ഗോൾഡൻ ആൽഗെ, ഡെസ്മിഡ്സ് ഉണ്ട്. ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ ആണ്. സിലിക്ക എന്ന സബ്സ്റ്റൻസ് കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അക്യുമുലേറ്റ് ചെയ്ത് ഡയറ്റമിഷ്യസ് എർത്തായിട്ട് മാറുന്നു. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഡൈനോഫ്ലജലേറ്റ്സിലേക്ക് പോവാം.
അപ്പം ഡൈനോഫ്ലജലേറ്റ്സ് മെറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ദർ സെൽ വോൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് നമുക്ക് ഈ ഡൈനോഫ്ലജലേറ്റ്സിൽ കാണാൻ പറ്റും. ഹെൻസ് ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. ഡിഫറെൻറ്റ് പിഗ്മെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഡൈനോഫ്ലജലേറ്റ്സിന് 2 ഫ്ലജല്ലാനുള്ളത്, 1 ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് അതർ ട്രാൻസ്വേഴ്സ് ഇൻ എ ഫെറോ ബിറ്റ്വീൻ 2 വാൾ പ്ലേറ്റ്സ്. ഓക്കെ, 2 ഫ്ലജല്ലാനുള്ളത്, 1 ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് 1 ട്രാൻസ്വേഴ്സ്. ഇനി ഡൈനോഫ്ലജലേറ്റ്സിൻ്റെ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സാമ്പിളാണ് ഗോണിയാലക്സ് ആണ്. It multiplies rapidly, make a sea appear red. Okay, സീക്ക് റെഡ് കളർ കൊടുക്കുന്ന ഒരു ഡൈനോഫ്ലജലേറ്റ് ആണ് നമ്മുടെ ഗോണിയാലക്സ് എന്ന് പറയുന്നത്. റെഡ് ടൈപ്സ് ആൻഡ് പ്രൊഡ്യൂസ് ടോക്സിൻസ് ടു കിൽ മറൈൻ ആനിമൽസിനെയൊക്കെ കിൽ ചെയ്യുന്ന ടോക്സിൻസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഗോണിയാലക്സ്. ഓക്കെ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡൈനോഫ്ലജലേറ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പാണ് നമ്മുടെ യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. Euglenoids, they are found in stagnant fresh water. Okay, stagnant ആയിട്ടുള്ള ഫ്രഷ് വാട്ടറിലാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ യൂഗ്ലിനോയിഡ്സിനെ കാണാൻ പറ്റുന്നത്. They have a protein-rich layer known as pellicle that makes the body more flexible. Okay, അവരുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്. അതിൻ്റെ പേരാണ് pellicle. Clear? They have 2 unequal ആയിട്ടുള്ള ഫ്ലജെല്ലാസ് ആണ് നമ്മുടെ യൂഗ്ലിനോയിഡ്സിന് ഉള്ളത്. ഓക്കെ, 2 unequal flagella. Then photosynthetic in presence of sunlight. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നമ്മുടെ യൂഗ്ലിനോയിഡ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്. ബട്ട് ബിക്കം ഹെറ്ററോട്രോഫിക് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് സൺലൈറ്റ്. സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവർ ഹെറ്ററോട്രോഫിക് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അവർ ഫോട്ടോസിന്തറ്റിക് ആയിട്ട് മാറും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷനെ പറയുന്നതാണ് മിക്സ്ഡ് ട്രോഫിക് ന്യൂട്രീഷൻ. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ദേ ബിക്കം ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദേ ബിക്കം ഹെറ്ററോട്രോഫിക്. ക്ലിയർ? The pigment of euglenoids are identical to those present in higher plants. അപ്പോൾ ഹയർ പ്ലാന്റ്സിലൊക്കെ കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പിഗ്മെന്റ്സിനോട് വളരെ സിമിലർ ആണ് നമ്മുടെ യൂഗ്ലിനോയിഡ്സിൽ കാണുന്ന പിഗ്മെന്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് യൂഗ്ലിനോയിഡ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്ലൈം മോൾസ്. സ്ലൈം മോൾസ് എന്ന് പറയുന്നത് ദേ ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ്. ഓക്കെ, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റുകളാണ് നമ്മുടെ സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. Under suitable conditions, they form an aggregates. Okay, ചില aggregates ആണ് ഫോം ചെയ്യുന്ന. aggregatesന്റെ പേരാണ് plasmodium. Okay, they grows on decaying twigs and leaves. decaying ആയിട്ടുള്ള twigsഉം leavesലും ഒക്കെ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. suitable conditionsൽ forms aggregates that is known as plasmodium. So during unfavorable condition, plasmodium differentiates and forms fruiting bodies that are bearing spores at the tips. Okay, അപ്പം അൺഫേവറബിൾ കണ്ടീഷൻസിൽ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അവർ ഫോം ചെയ്യും ചില ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യുകയും ദാറ്റ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയേഴ്സ് സ്പോസ് അതർ ടിപ്സ്. ഓക്കെ, അവരുടെ ടിപ്സിൽ സ്പോസ് ബിയർ ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ് നമ്മുടെ പ്ലാസ്മോഡിയം ഫോം ചെയ്യുന്നുണ്ട്. The spores have true walls which are extremely resistant and survive for many years and dispersed by air currents. Okay, sporesന് true walls നമുക്ക് കാണാൻ പറ്റും. അത് extremely resistant ആണ്. They can survive for many years and they are dispersed by air currents. Okay, സോ സ്ലൈം മോൾസ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് പ്രോട്ടോസോയിൻസ് ആണ്. പ്രോട്ടോസോയിൻസ് എന്ന് പറയുന്നത് ദേ ആർ ഹെറ്ററോട്രോപ്സ് ആൻഡ് ദേ ലീവ് ആസ് പ്രിഡേറ്റർ ഓർ പാരസൈറ്റ്സ്. ഓക്കെ, പ്രിഡേറ്ററോ അല്ലെങ്കിൽ പാരസൈറ്റ്സോ ആയിട്ടാണ് ഈ ഹെറ്ററോട്രോപ്സ് ലീവ് ചെയ്യുന്നത്. ഹാവ് 4 മേജർ ഗ്രൂപ്പ്സ്. അപ്പം നമുക്കറിയാം നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോസോയിൻ. ഈ ഗ്രൂപ്പിനെ വീണ്ടും 4 മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അമീബോയിഡ് പ്രോട്ടോസോയിൻസ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻസ്, ദെൻ സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ, ദെൻ സ്പോറോസോയിൻസ്. ഓക്കെ, ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആണ് പ്രോട്ടോസോയിൻസിനുള്ളത്. അമീബോയിഡ് പ്രോട്ടോസോയിൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻ, സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ ആൻഡ് സ്പോറോസോയിൻസ്. ഓക്കെ, യെസ്. അമീബോയിഡ് പ്രോട്ടോസോയിൻ എന്ന് പറയുന്നത് ദേ ക്യാച്ച് പ്രേ യൂസിങ് സ്യൂഡോപോഡിയ യൂസ് ചെയ്താണ് അവർ പ്രേ ക്യാച്ച് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അമീബ, എൻറ്റമീബ. ഓക്കെ, പാരസൈറ്റിക് ആണ് അവർ. അമീബ, എൻറ്റമീബയാണ് അമീബോയിഡ് പ്രോട്ടോസോയിൻസിന് എക്സാമ്പിൾസ്. ഫ്ലജല്ലേറ്റഡിലേക്ക് വരുമ്പോൾ ഹാവ് 1 or more ഫ്ലജല്ല. ഓക്കെ, 1 or more ഫ്ലജല്ലാസ് പ്രസൻ്റ് ആണ്. പാരസൈറ്റിക് ഫോം കോസ് ഡിസീസസ് ലൈക്ക് സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, അവിടെ തന്നെ പാരസൈറ്റിക് ഫോം ചില ഡിസീസ് കോസ് ചെയ്യുന്ന മെയിൻ ഡിസീസിൻ്റെ പേരാണ് സ്ലീപ്പിംഗ് സിക്നസ്. ഓക്കെ, അത് കോസ് ചെയ്യുന്ന ഓർഗാനിസമാണ് നമ്മുടെ ട്രിപ്പനോസോമ. Okay, so trypanosoma cause this sleeping sickness. Okay, അത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോയിൻ എക്സാമ്പിൾ ആണ്. ഇനി വരുന്നതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ. സീലിയേറ്റഡ് പ്രോട്ടോസോയിൻ നോക്കുമ്പോൾ they have cilia to move food
into the gullet and help in locomotion. Okay, അപ്പം അവർക്ക് സീലിയാസ് പ്രസന്റ് ആണ്, ഫുഡ് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് into the gullet and help in locomotion ഹെൽപ്പ് ചെയ്യുന്നതും ഈ സീലിയ തന്നെയാണ്. ആൻഡ് എക്സാമ്പിൾ ഓരോന്നിൻ്റെയും ഇപ്പം ഓരോ ഗ്രൂപ്പിൻ്റെയും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. സീലിയേറ്ററിൻ്റെ എക്സാമ്പിളാണ് പാരമീഷ്യൻ. ഓക്കെ, സോ ഇൻ സ്പോറോസോയൻ ദേ ഹാവ് ഇൻഫെക്റ്റീവ് സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിളിൽ ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സ്പോർ ലൈക്ക് സ്റ്റേജ് ഉണ്ട്, അതുകൊണ്ടാണ് അവർക്ക് സ്പോറോസോയൻ എന്ന പേര് വന്നത്. ഓക്കെ, ആൻഡ് അവരുടെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മോഡിയം നമ്മുടെ മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം ഇസ് എൻ എക്സാമ്പിൾ ഫോർ സ്പോറോസോയൻ. ഓക്കെ, സോ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അമീബോയ്ഡ് പ്രോട്ടോസോയിൻസിൻ്റെ 2 എക്സാമ്പിളാണ് അമീബ ആൻഡ് ഇൻറ്റമീബ. ഫ്ലജലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ സ്ലീപ്പിംഗ് സിക്നസ് ഉണ്ടാക്കുന്ന ട്രിപ്പനോസോമ. സീലിയേറ്റഡ് ആണെങ്കിൽ പാരമീഷ്യം. സ്പോറോസോയിൻ്റെ എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം വിച്ച് കോസ് മലേറിയ. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ക്രൈസോഫൈറ്റ്സ് പഠിച്ചു, അതുപോലെ ഡൈനോഫ്ലജലേറ്റ്സ് നോക്കി, യൂഗ്ലിനോഡ്സ് നോക്കി, പിന്നെ നമ്മൾ പഠിച്ചത് സ്ലൈമോസ്, പിന്നെ പ്രോട്ടോസോയിൻസ്. ഇത്രയും ഗ്രൂപ്പാണ്. പ്രോട്ടോസോയിൻസിന് 4 മേജർ ഗ്രൂപ്പ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കിങ്ഡത്തിലേക്ക് പോവാം, ദ കിങ്ഡം ഫംജൈ. കിങ്ഡം ഫംജൈ നോക്കുമ്പം ദേ ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ് ആണ്, അതുപോലെ നോൺ ക്ലോറോഫിലസ് ആയിട്ടുള്ള ഹൈഫേ ആണ് അവർക്ക് പ്രസൻറ്റ്. നമുക്കറിയാം ഹൈഫേ എന്താണ്, ഫിലമെൻറ്റസ് ആയിട്ടുള്ള ഫിലമെൻ്റൽ ബോഡീനെ പറയുന്ന പേരാണ് ഹൈഫേ. ഓക്കെ, നോൺ ക്ലോറോഫിലസ് ആണ്. അതുപോലെ ഈ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് മൈസീലിയം. ഓക്കെ, നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് നോൺ ആസ് മൈസീലിയം. The hyphae which have multinucleated cytoplasm are called cenocytic hyphae. Okay, the hyphae which have multinucleated, more than a nucleus ഉള്ള അങ്ങനെ സൈറ്റോപ്ലാസം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം cenocytic hyphae. Okay, and the cell wall is made up of chitin and polysaccharides. Okay, ഫംജൈയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന കൈറ്റിൻ അതുപോലെ തന്നെ ചില പോളിസാക്രൈഡ്സ് കൊണ്ടാണ്. ദേ ആർ കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കിങ്ഡം ഫംജൈ എന്ന് പറയുന്നത്. ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഓക്കെ, വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസിൽ അവർ ഗ്രോ ചെയ്യുന്നുണ്ട്. സാപ്രോഫൈറ്റിക് ആണ്, പാരസൈറ്റിക് ആയിട്ടുള്ളതുണ്ട്, സിംബയോട്ടിക് ആയിട്ടുള്ളതുണ്ട്. നമുക്കറിയാം ലൈക്കൻ ആൻഡ് മൈക്കോറൈസ സിംബയോട്ടിക് അസോസിയേഷൻസിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് കിങ്ഡം ഫംജൈ കുറിച്ച് പറയാനുള്ളത്. ഇനി റീപ്രൊഡക്ഷൻ ഇൻ ഫംജൈ. നമുക്കറിയാം റീപ്രൊഡക്ഷൻ ഇൻ ഫംജൈ അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. ഫംജൈയുടെ റീപ്രൊഡക്ഷൻ 3 മെത്തേഡ്സിലൂടെയാണ് നടക്കുന്നത്. ഒന്ന് വെജിറ്റേറ്റീവ് മെത്തേഡ്, ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 മെത്തേഡ്സ് ആയിട്ടാണ്. ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ഓർ ബഡിങ്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർ ഫോർമേഷൻ വഴിയാണ്. മെയിനായിട്ടുള്ള അസെക്ഷൽ സ്പോർസ് കൊണീഡിയ, അതുപോലെ സ്പൊറാൻജിയോസ്പോസ് ഓർ സൂസ്പോസ്, അല്ലെങ്കിൽ സൂസ്പോസ്, അപ്ലാനോസ്പോസ്, കൊണീഡിയ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം സൈഗോസ്പോസ് ഓർ ഊസ്പോസ്, പിന്നെ ആസ്കോസ്പോസ്, ബെസിഡോസ്പോസ്, ഇതുവഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഈ സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവരുടെ സെക്ഷുവൽ സൈക്കിൾ എന്ന് പറയുന്നത് 3 സ്റ്റെപ്സ് ആയിട്ടാണ്. ആ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പ്ലാസ്മോഗമി, രണ്ടാമത് കാരിയോഗമി, ദെൻ മിയോസിസ്. ഓക്കെ, പ്ലാസ്മോഗമി എന്താണ്? പ്ലാസ്മോഗമി ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം തമ്മിലുള്ള ഫ്യൂഷനെ പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. ദെൻ വാട്ട് ഇസ് കാരിയോഗമി? ന്യൂക്ലിയസ് തമ്മിലുള്ള ഫ്യൂഷനെ പറയുന്നതാണ് കാരിയോഗമി. ആൻഡ് മിയോസിസ് ഇൻ സൈഗോട്ട് ദാറ്റ് റിസൾട്ട്സ് ഇൻ ഹാപ്ലോയിഡ് സ്പോർസിൻ്റെ ഫോർമേഷന് കാരണമാവുന്നത് സൈഗോട്ടിലുണ്ടാവുന്ന മിയോസിസ് ആണ്. ഓക്കെ, യെസ്. ഇനി ഡൈകാരിയോഫേസ് എന്താ നോക്കാം. Dikaryophase, it is a condition of having dikaryon in an intervening dikaryotic stage. അതായത് N+N കണ്ടീഷൻ അല്ലേ, 2 ന്യൂക്ലിയ, ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയ വരുന്ന കണ്ടീഷൻ ബിറ്റ്വീൻ പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി ഇൻ ഫംജൈ ലൈക്ക് ആസ്കോമൈസിസ് ആൻഡ് ബസിഡിയോമൈസിസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫംജൈയുടെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. നമുക്ക് ഏതൊക്കെ ക്ലാസ്സസ് ആണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് ക്ലാസ് ഇസ് ഫൈക്കോമൈസീസ്, പിന്നെ ആസ്കോമൈസീസ്, ദെൻ ബസിഡിയോമൈസീസ് ആൻഡ് ഡ്യൂട്രോമൈസീസ്. ഇങ്ങനെ 4 മേജർ ക്ലാസ്സസ് ഓഫ് ഫംജൈ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദ ഫസ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം, ഫൈക്കോമൈസീസ്. ഓക്കെ, ഫൈക്കോമൈസീസ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഗ്രോയിങ് ഓൺ ഡീക്കേയിങ് വുഡ് ഓർ എസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആൻഡ് പ്ലാന്റ്സ്. ഓക്കെ, ഡീക്കേയിങ് വുഡിലാണ് അവർ മെയിനായിട്ട് ഗ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് അൽബിഗോ. അൽബിഗോ എന്ന് പറയുന്നൊരു പാരസൈറ്റിക് ഫംജയാണ്. മസ്റ്റാർഡിൽ ഉള്ളൊരു പാരസൈറ്റിക് ഫംജയുടെ പേരാണ് അൽബിഗോ. മസ്റ്റാർഡിൽ വൈറ്റ് സ്പോട്ട്സ് ഫോം ചെയ്യുന്ന ഒരു ഫംജയാണ് ആക്ച്വലി നമ്മുടെ അൽബിഗോ എന്ന് പറയുന്നത്.
ഇനി ഇവരുടെ മൈസീലിയത്തിൻ്റെ പ്രത്യേകത, ദ മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്, അതായത് സെപ്റ്റ ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ സീനോസൈറ്റിക്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മൾട്ടി ന്യൂക്ലിയർ ആയിട്ടുള്ള സൈറ്റോപ്ലാസം പ്രസന്റ് ആണ്. അപ്പം മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. ആൻഡ് സ്പോർസ് പ്രൊഡ്യൂസ് എൻഡോജീനിയസ്ലി സ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയത്തിൽ എൻഡോജീനിയസ്ലി ആണ് സ്പോർസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 2 മേജർ സ്പോർസ് വഴിയാണ്. ആ സ്പോർസിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, സൂസ്പോസ് ആൻഡ് അപ്ലാനോസ്പോസ്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫൈക്കോമൈസിസിൽ നടക്കുന്നത് സൂസ്പോസ് ആൻഡ് അപ്ലാനോസ്പോസ്. ഓക്കെ, ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സ്പോർ ആണ് ആക്ച്വലി സൈഗോസ്പോർ എന്ന് പറയുന്നത്. സൈഗോസ്പോർ ദേ ആർ ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. ഓക്കെ, ഗാമീറ്റ്സിൻ്റെ ഫ്യൂഷൻ വഴി നടക്കുന്നതാണ് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് സൈഗോസ്പോസ്. അസെക്ഷൽ സ്പോർസ് ആണ് സൂസ്പോസ് ആൻഡ് അപ്ലാനോസ്പോസ്. അപ്പോൾ ഫൈക്കോമൈസിസിൻ്റെ എക്സാമ്പിൾസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ബയോളജിയിലെ എല്ലാ എക്സാമ്പിൾസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫൈക്കോമൈസിസ് ഇങ്ങനത്തെ എല്ലാ ക്ലാസ്സസിൻ്റെയും എക്സാമ്പിൾസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ റൈസോപ്പസ്, ദെൻ അൽബിഗോ ആൻഡ് മ്യൂക്കോർ. റൈസോപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ് മോൾഡിനെയാണ് പറയുന്നത്, ബ്രെഡ് മോൾഡിൽ ഉള്ളതാണ്. അൽബിഗോ നേരത്തെ പറഞ്ഞ പോലെ മസ്റ്റാർഡിലൊക്കെ വളരുന്ന വൈറ്റ് സ്പോട്ട്സ് ഫോം ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് നമ്മുടെ അൽബിഗോ. ദെൻ മ്യൂക്കോർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിലൊക്കെ ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ഇറ്റ് ഈസ് ആസ്കോമൈസീറ്റ്സ്. ആസ്കോമൈസീറ്റ്സിലേക്ക് വരുമ്പോൾ ദേ ആർ നോൺ ആസ് സാക് ഫംജി. ഓക്കെ, ആസ്കോമൈസിസിനെ സാക് ഫംജി എന്ന് പറയും. അതുപോലെ നമ്മുടെ ഫൈക്കോമൈസിസിനുണ്ട് കേട്ടോ ഒരു പേര്, ആൽഗൽ ഫംജി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഫൈക്കോമൈസിസ് ആണ് നോൺ ആസ് ആൽഗൽ ഫംജി. ഫൈക്കോമൈസിസ് ആണ് നോൺ ആസ് ആൽഗൽ ഫംജി. കാര്യം അതിൻ്റെ ഒരു സിമിലർ ടു ദ ഷേപ്പ് ഓഫ് ആൽഗെ ആണ്, അതുകൊണ്ടാണ് ആൽഗൽ ഫംജി എന്ന് പേര് വന്നത്. അതുപോലെ ആസ്കോമൈസിസിൻ്റെ പേരാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാക് ഫംജി എന്നാണ് നമ്മൾ നമ്മുടെ ആസ്കോമൈസിസിനെ പറയുന്നത്. ആസ്കോമൈസിസ് ആണ് നോൺ ആസ് സാക് ഫംജി. അതുപോലെ തന്നെ ആസ്കോമൈസിസ് സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ കോപ്രോഫിലസ്. എന്താണ് കോപ്രോഫിലസ്? ഗ്രോയിങ് ഓൺ ഡങ്ങിൽ ഗ്രോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് നമ്മൾ പറയുന്നതാണ് കോപ്രോഫിലസ്. ഓക്കെ, ഇനി ഇവരുടെ മൈസീലിയത്തിൻ്റെ പ്രത്യേകത ദേ ആർ ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. നമ്മൾ ഫൈക്കോമൈസിസിൽ പഠിച്ചത് അസെപ്റ്റേറ്റ് ആൻഡ് എന്താണ് സീനോസൈറ്റിക് എന്ന് പറഞ്ഞത്. ഇനി ആസ്കോമൈസിസിലാണെങ്കിൽ ദ മൈസീലിയം ഇസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, സെപ്റ്റ പ്രസന്റ് ആണ്, അതുപോലെ തന്നെ മൈസീലിയം ബ്രാഞ്ച്ഡുമാണ്. ദ അസെക്ഷൽ സ്പോർസ് ആർ കോൾഡ് കൊണീഡിയ. ഓക്കെ, നമ്മുടെ ആസ്കോമൈസിസിന്റെ അസെക്ഷൽ സ്പോർസിനെ പറയുന്ന പേരാണ് കൊണീഡിയ. ആൻഡ് ദേ ആർ പ്രൊഡ്യൂസ് എക്സോജീനിയസ്ലി ഓൺ ദ കൊണീഡിയോഫോഴ്സ്. ഓക്കെ, അപ്പം ഓരോ സ്പോർസും ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്കോമൈസിസിന്റെ അസെക്ഷൽ സ്പോർ ആണ് കൊണീഡിയ. ആൻഡ് ദ സെക്ഷൽ സ്പോർസ് ആർ കോൾഡ് ആസ്കോസ്പോർസ്. ഓക്കെ, സെക്ഷൽ സ്പോർസിന്റെ പേര് ആസ്കോസ്പോർസ് എന്നാണ്. 8 എണ്ണമാണ് ആക്ച്വലി ഉള്ളത്, വിച്ച് ആർ 8 in number, പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ ആസ്കസിലെ എൻഡോജീനിയസ്ലി അവിടെ പ്രൊഡ്യൂസ്ഡ് ആണ്, പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് ആസ്കോകാർപ്പ്. ഓക്കെ, സോ അസെക്ഷൽ സ്പോർ കൊണീഡിയം, സെക്ഷൽ സ്പോർ ആസ്കോസ്പോർസ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആസ്കോമൈസിസിന് കുറച്ചധികം എക്സാമ്പിൾസ് ഉണ്ട്, ബട്ട് എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ എക്സാമ്പിൾ ആസ്പെർഗില്ലസ്. രണ്ടാമത്തേത് ന്യൂറോസ്പോറ. ന്യൂറോസ്പോറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ദേ ആർ യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്. ഓക്കെ, ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരു നമ്മുടെ ഫംജയാണ് നമ്മുടെ ന്യൂറോസ്പോറ എന്ന് പറയുന്നത്. അതുപോലെ സാക്രോമൈസിസ്, അതൊരു യൂണിസെല്ലാർ ആയിട്ടുള്ള ഫംജയാണ്. അത് ഏതായിരിക്കും? ഈസ്റ്റ് ആണ് അല്ലേ? നമ്മൾ സാക്രോമൈസിസ് VC ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സാക്രോമൈസിസ് അത് ജീനസ് നെയിമാണ്, അതൊരു യൂണിസെല്ലാർ ഫംജയാണ്. ക്ലാവിസിപ്സ് ഉണ്ട്. ദെൻ മോറൽസും ട്രഫിൾസും എഡിബിൾ ആയിട്ടുള്ള ഫംജയാണ്. ഓക്കെ, എഡിബിൾ ഫംജ നമുക്ക് 2 എണ്ണം പഠിക്കാനുള്ളത്, മോറൽസ് ആൻഡ് ട്രഫിൾസ്. പിന്നെ പെൻസിലിയം നമുക്കറിയാം, ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ടാക്കിയത് നമുക്കറിയാം, പെൻസിലിയം എന്നാണ്, പ്രൊഡ്യൂസ് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, സോ എക്സാമ്പിൾസ് എല്ലാം നോട്ട് ചെയ്യുക. ആസ്പെർഗില്ലസ്, ന്യൂറോസ്പോറ, ദേ ആർ യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്. സാക്രോമൈസിസ് ഇസ് യൂണിസെല്ലാർ ഫംജൈ. ക്ലാവിസിപ്സ്, ദെൻ മോറൽസ് ആൻഡ് ട്രഫിൾസ് എഡിബിൾ ഫംജയാണ്. പെൻസിലിയം യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബയോട്ടിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം, ദാറ്റ് ഈസ് ബെസീഡിയോമൈസീറ്റ്സ്. നമുക്ക് ബെസീഡിയോമൈസീസിൻ്റെ പെക്യുലാരിറ്റീസ് ഒക്കെ നോക്കാം. ബെസീഡിയോമൈസീസിൻ്റെ മൈസീലിയം എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ഫൈക്കോമൈസിസ് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മുടെ മൈസീലിയം ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആണ്. ഫൈക്കോമൈസിസ് ആണ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക് വരുന്നത്, ബാക്കിയെല്ലാം തന്നെ ബാക്കി 3 ഗ്രൂപ്പും സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ഇനി ജനറലി അസെക്ഷൽ സ്പോർസ് ആർ നോട്ട് ഫോംഡ്, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബെസിഡിയോമൈസിസിന് അസെക്ഷൽ സ്പോർസ് ഉണ്ടാവുന്നില്ല. അതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ ആണ് അവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്. ഇനി
Sexual reproduction is by the formation of vegetative or somatic cells to form basidium producing basidiocarp. Okay, sexual reproduction നടക്കുന്നത് fusion of vegetative or somatic cells വഴിയാണ്. That forms the basidium. Okay, basidium produce ചെയ്യുന്നത് ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേര് basidiocarp എന്നാണ്. Okay, ഇനി the basidium produces 4 basidiospores. നമ്മൾ ascospores 8 പഠിച്ചത്, ഇവിടെ പക്ഷേ 4 basidiospores ആണ് ബസീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സോജീനിയസ്ലി ആഫ്റ്റർ മിയോസിസിന് ശേഷം എക്സോജീനിയസ്ലി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അവരുടെ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. ഓക്കെ, സെക്സ് ഓർഗൻസ് ആബ്സെന്റ് ആണെന്ന് നോക്കാം. പക്ഷേ സെക്ഷൽ സ്പോർസ് നമുക്ക് പഠിക്കാനാണ് ബസീഡിയോസ്പോർസ് ആണ്. ഇനി അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബസീഡിയോമൈസീസിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി എക്സാമ്പിൾസ് നോക്കണം. എക്സാമ്പിൾസ് അഗാരിക്കസ് നമുക്കറിയാം, മഷ്റൂം വളരെ കോമൺ ആയിട്ടുള്ള ബസീഡിയോമൈസീസ് എക്സാമ്പിൾ ആണ്. ദെൻ അസ്റ്റിലാഗോ സ്മഡ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് അസ്റ്റിലാഗോ എന്ന് പറയുന്നത്. ഇനി റസ്റ്റ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് പക്സീനിയ. ഇത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ള അസ്റ്റിലാഗോസ്, ഇത് നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ മാസ്റ്റർ ഫോളോയിങ്ങിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം അസ്റ്റിലാഗോ സ്മഡ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് പക്സീനിയ റസ്റ്റ് ഡിസീസ്. ഓക്കെ, സോ അഗാരിക്കസ് മഷ്റൂം, അസ്റ്റിലാഗോ സ്മഡ് ഡിസീസ് ഉണ്ടാക്കുന്നതാണ് പക്സീനിയ റസ്റ്റ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബസീഡിയോമൈസീസിൽ നോക്കാനുള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഫംജയുടെ ഗ്രൂപ്പാണ് ഡ്യൂട്ടറോമൈസീഡ്സ്. ഓക്കെ, ഡ്യൂട്ടറോമൈസീഡ്സ് they are known as fungi imperfecti. Okay, fungi imperfecti, a sexual form is not known for them. എന്തുകൊണ്ടാണ് നമ്മളവരെ ഫംജൈ ഇംപെർഫെക്റ്റി എന്ന് പേര് വിളിക്കാൻ കാര്യം അവരുടെ സെക്ഷൽ സ്റ്റേജ് ഇപ്പോഴും അൺനോൺ ആണ്. നമ്മളതിന് വ്യക്തമായ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെക്ഷൽ സ്റ്റേജ് ഇതുവരെയും അവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഫംജൈ ഇംപെർഫെക്റ്റ് എന്നൊരു നെയിം കൊടുത്തിരിക്കുന്നത്. വൺസ് ദ സെക്ഷൽ ഫോം ഈസ് ഡിസ്കവേർഡ് ദ മെമ്പർ ഈസ് മൂവ് ടു ആസ്കോമൈസീഡ്സ് ഓർ ബസീഡിയോമൈസീഡ്സ്. ഓക്കെ, അപ്പം ഒരിക്കൽ നമ്മൾ ഈ സെക്ഷൽ ഫോം ഈ ഒരു നമ്മുടെ ഡ്യൂട്ടറോമൈസീസിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ മൂവ് ചെയ്യുന്നത് ആസ്കോമൈസീഡ്സിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ബസീഡിയോമൈസീസിലേക്കോ ആയിരിക്കും. ഓക്കെ, ഇനി ഇവരുടെ മൈസീലിയത്തിൻ്റെ പ്രത്യേകത സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ ആസ്കോമൈസീസും ബസീഡിയോമൈസീസും ഡ്യൂട്ടറോമൈസീസും മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ഇനി സാപ്രോഫൈറ്റിക് ആണ്, പാരസൈറ്റിക് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾട്ടർനേരിയ, കോളറ്റോട്രിക്കം, ട്രൈക്കോഡർമ. ഓക്കെ, ഓൾട്ടർനേരിയ, കോളറ്റോട്രിക്കം, ട്രൈക്കോഡർമ, ഇങ്ങനെ 3 എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡ്യൂട്ടറോമൈസീസിന് പഠിക്കാനുള്ളത്. അപ്പം ഡ്യൂട്ടറോമൈസീസിന് നമ്മൾ ഒരു വേറൊരു കോമൺ നെയിം കൊടുത്തത് ഫംജൈ ഇംപെർഫെക്റ്റി എന്നാണ്. അതുപോലെ നമ്മുടെ ബസീഡിയോമൈസീസിന് ഒരു പേരുണ്ട് കേട്ടോ, ദാറ്റ് ഇസ് ക്ലബ് ഫംജൈ. അവരുടെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഷേപ്പ് വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ഈ പേര് ബസീഡിയോമൈസീസിനും അതുപോലെ ആസ്കോമൈസീസിനും കൊടുത്തിരിക്കുന്നത്. ബസീഡിയോമൈസീസിനാണെങ്കിൽ പേര് ക്ലബ് ഫംജൈ, ബസീഡിയോമൈസീസിന് ക്ലബ് ഫംജൈ എന്നാണ്. ആസ്കോമൈസിസ് ആകുമ്പോൾ സാക് ഫംജൈ ആണ്. ഫൈക്കോമൈസിസ് എന്ന് പറഞ്ഞാൽ ആൽഗൽ ഫംജൈ ആണ്. ഇനി ഡ്യൂട്ടറോമൈസിസ് ആണെങ്കിൽ ഫംജൈ ഇംപെർഫെക്റ്റ് എന്നാണ് അവരുടെ പേര്, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംജൈ. ഓക്കെ, നമ്മൾ അങ്ങനെ കിങ്ഡം ഫംജൈയുടെ 4 ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 4 ക്ലാസ്സിൻ്റെയും സ്പോർസ് ഒക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചത് ഏതായിരുന്നു? ഫൈക്കോമൈസിസ് ആയിരുന്നു. ഫൈക്കോമൈസിസിൻ്റെ അസെക്ഷൽ സ്പോർ ഏതായിരുന്നു? സൂസ്പോർസും അപ്ലാനോസ്പോർസും. അവരുടെ സെക്ഷൽ സ്പോർ ഏതായിരുന്നു? ഊസ്പോറും സൈഗോസ്പോറും. ഇനി ഇവിടെ രണ്ടാമത് പഠിച്ചത് ഏതായിരുന്നു? ആസ്കോമൈസീസ്. ആസ്കോമൈസീസിന്റെ സെക്ഷൽ സ്പോർ ആസ്കോസ്പോർ ആണ്, അസെക്ഷൽ സ്പോർ കൊണീഡിയ ആയിരുന്നു. ഇനി തേർഡായിട്ട് നമ്മൾ പഠിച്ചത് ബസീഡിയോസ്പോർസ് ആണ്. അവരുടെ പ്രത്യേകത അവർക്ക് അസെക്ഷൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, സെക്ഷൽ സ്പോർ ബസീഡിയോസ്പോർ ആണ്. ഇനി ലാസ്റ്റായിട്ട് പഠിച്ചത് ഡ്യൂട്ടറോമൈസീസ് ആണ്. ഡ്യൂട്ടറോമൈസീസിന്റെ സെക്ഷൽ സ്പോർ ഇല്ല, കാര്യം അവർക്കൊരു സെക്ഷൽ സ്റ്റേജ് ആബ്സെന്റ് ആണ്. അസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് കൊണീഡിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ സ്പോർസിന്റെ കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കിങ്ഡം പ്ലാന്റയാണ്. കിങ്ഡം പ്ലാന്റ് ആക്ച്വലി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംജൈ മാത്രമേ പഠിക്കാനുള്ളൂ. കിങ്ഡം പ്ലാന്റ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. കിങ്ഡം പ്ലാന്റും അതുപോലെ തന്നെ ആനിമലി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ പ്ലാന്റ് കിങ്ഡം അതുപോലെ തന്നെ ആനിമൽ കിങ്ഡം ചാപ്റ്റേഴ്സിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മൾ എന്തായാലും ഈ 5 കിങ്ഡം പഠിക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിനകത്തുള്ളത്. നമുക്ക് നോക്കാം കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റിൽ നമുക്കറിയാം പ്ലാന്റ്സ് യൂക്കാരിയോട്ടിക് ആണ്, അതുപോലെ തന്നെ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി ചില പ്ലാന്റ്സ് നമുക്കറിയാം സം ആർ പാർഷ്യലി ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആയിട്ടുള്ള ബ്ലാഡർ വോർട്ട്, അതുപോലെ വീനസ് ഫ്ലൈ ട്രാപ്പ്, ഇതൊക്കെ ചില ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. ഇനി
കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പാരസൈറ്റ്. ഓക്കെ, പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ് കസ്ക്യൂട്ട. ഇനി കിങ്ഡം പ്ലാന്റേക്കും നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസ്സസിൻ്റെ പോലെ തന്നെ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്ലാന്റ് എങ്ങനെയൊക്കെയാണ് 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ആൽഗി, ബ്രയോഫൈറ്റ്സ്, ടെറിഡിയോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ പ്ലാന്റേയെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആൽഗി, ബ്രയോഫൈറ്റ്സ്, ടെറിഡിയോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതുപോലെ തന്നെ ദ പ്ലാന്റ് ഷോ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഓരോ ഗ്രൂപ്പ്സിലും നമുക്ക് ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണാനായിട്ട് പറ്റും. ഗാമറ്റോഫൈറ്റിക് ടു സ്പോറോഫൈറ്റിക് സ്റ്റേജ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്ലാന്റ് കിങ്ഡം ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ കിങ്ഡം ആനിമേലിയയുടെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ്. കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. ദേ ആർ ഹെറ്ററോട്രോഫിക് ആണ്, യൂകാരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലർ ഓർഗാനിസംസ് ആണ്, വിച്ച് ലാക്ക് സെൽ വോൾ. അവർക്ക് സെൽ വോൾ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. മൾട്ടി സെല്ലർ ആണ്, യൂകാരിയോട്ടിക് ആണ്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇനി ദർ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹോളോസോയിക് ആണ്. അതായത് എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുകയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രോസസ്സിലൂടെ അല്ലെ നമുക്കറിയാം ഡൈജഷൻ അങ്ങനെ നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിങ്ഡം ആനിമേലിൽ വരുന്ന എല്ലാ ആനിമൽസിനും ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ഇനി ദേ ഹാവ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ നമ്മുടെ കിങ്ഡം ആനിമേലിലുള്ള ഓർഗാനിസംസ് കാണിക്കുന്നുണ്ട്. ഇനി ദേ ഹാവ് എലാബറേറ്റ് ആയിട്ടുള്ള സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോ മെക്കാനിസം. ഇൻ ഹയർ ഫോംസിലൊക്കെ തന്നെ സെൻസറി ആൻഡ് ന്യൂറോ മോട്ടോ മെക്കാനിസംസ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ കേപ്പബിൾ ഓഫ് ലോക്കോമോഷൻ. നമുക്ക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസും. ഇനി ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ കോപ്പുലേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫോളോഡ് ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ കോപ്പുലേഷൻ വഴിയാണ്. അത് എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ കിങ്ഡംസ്. നമ്മൾ ഏതൊക്കെ കിങ്ഡംസ് പഠിച്ചു? കിങ്ഡം മൊണേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംജൈ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം ആനിമേലിയ. ഇനി ഈ കിങ്ഡത്തിലൊന്നും ഉൾപ്പെടാത്ത ചില ഓർഗാനിസംസിനെ കുറിച്ച് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ വിറ്റാക്ക ക്ലാസിഫിക്കേഷനിൽ ചില ഓർഗാനിസംസിനൊന്നും സ്പേസ് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ചില ഓർഗാനിസംസിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ വൈറസസ്. അപ്പോൾ വൈറസസിനെ കുറിച്ച് നോക്കുമ്പം ദേ ആർ നോൺ സെല്ലാർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. ഓക്കെ, അവർ നോൺ സെല്ലാർ ആണ്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആണ്. വൈറസ് മീൻസ് വെനം ഓർ പോയിസണസ് ഫ്ലൂയിഡ്. ഓക്കെ, വൈറസിൻ്റെ മീനിങ് തന്നെ വെനം അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. ഇനി നമുക്ക് 1-2 സയൻറ്റിസ്റ്റുകളെ പരിചയപ്പെടാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ DJ ഇവനോസ്കി. DJ ഇവനോസ്കി ഫൗണ്ട് ഔട്ട് ദാറ്റ് certain microbes called tobacco mosaic disease in ടൊബാക്കോ പ്ലാന്റ്. അപ്പം ചില മൈക്രോബ്സ് കോസ് ചെയ്യുന്നൊരു ഡിസീസാണ് നമ്മുടെ ടൊബാക്കോ മൊസിയാക് ഡിസീസ്. ഇത് ടൊബാക്കോ പ്ലാന്റിൽ ഉണ്ടാക്കുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആക്ച്വലി നമ്മുടെ DJ ഇവനോസ്കിയാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ആളാണ് MW ബെജോർണിക്. ഹി കോൾഡ് ഫ്ലൂയിഡ് ആസ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം. അദ്ദേഹം പറഞ്ഞത് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്നാണ് അദ്ദേഹം ആ ഒരു ഫ്ലൂയിഡിന് പേര് കൊടുത്തത്. ആസ് എക്സ്ട്രാക്ട്സ് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ. ടൊബാക്കോയുടെ ആ ഇൻഫെക്റ്റഡ് പ്ലാന്റ്സിൽ നിന്ന് എടുത്ത ആ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഈ ഒരു കണ്ടാജിയം വൈവം ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദാറ്റ് കൻ കോസ് ഇൻഫെക്ഷൻ ഹെൽത്തി പ്ലാന്റ്സിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഈ കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്നാണ് MW ബെജോർണിക് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് MW സ്റ്റാൻലിയെ കുറിച്ചാണ്. ഹി ഷോഡ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ്ഡ് ടു ഫോം ക്രിസ്റ്റൽസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാൻ പറ്റും എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ MW സ്റ്റാൻലി ആണ്. ആൻഡ് ദേ ആർ ഇനേർട്ട് ഔട്ട്സൈഡ് ദ സ്പെസിഫിക് ഹോസ്റ്റ്. ഓക്കെ, സ്പെസിഫിക് ഹോസ്റ്റിന് ഔട്ട്സൈഡ് അവർ ഇനേർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈറസിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ടും പറയാനുള്ളത്. ഇനി അവരുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, വൈറസിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ വൈറസ് ഇസ് ബേസിക്കലി എ ന്യൂക്ലിയോ പ്രോട്ടീൻ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ കോഡ് കോൾഡ് ക്യാപ്സിഡ്. ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോട്ടുള്ള ഒരു ന്യൂക്ലിയോ പ്രോട്ടീനെയാണ് പറയുന്നത് virus. Okay, it is a nucleoprotein made up of protein code that is known as capsid. And this capsid is made up of capsomeres. Capsid ഉണ്ടാക്കിയിരിക്കുന്നത് capsomeres കൊണ്ടാണ്. And they are arranged in helical or polyhedral geometric forms. Okay, അപ്പം capsid ഉണ്ടാക്കിയിരിക്കുന്ന capsomeres കൊണ്ടാണ്. And they are arranged in helical അല്ലെങ്കിൽ polyhedral geometric forms. Okay, helical shape ആവാം അല്ലെങ്കിൽ polyhedral ആയിട്ടുള്ള geometric forms ആയിട്ടാണ് ഈ capsomeresനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Have either DNA or RNA as genetic material. DNA ആകാം അല്ലെങ്കിൽ RNA ആകാം, അതാണ് അവരുടെ genetic material എന്ന് പറയുന്നത്. Which may be single or double stranded. Okay, അപ്പോൾ ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA ഉണ്ടാവും അവരുടെ genetic material ആയിട്ട്, അത് സിംഗിൾ ആകാം അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആവാം. ക്ലിയർ അല്ലേ? ഇനി
യൂഷ്വലി പ്ലാന്റ് വൈറസസ് ഹാവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് നമുക്ക് മെയിൻലി പ്ലാന്റ് വൈറസിൽ കാണാൻ പറ്റുന്നത്. ബാക്ടീരിയോഫേജസിലാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ്. ആനിമൽ വൈറസിലാണെങ്കിൽ ഹാവ് സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഓക്കെ, ഒന്നെങ്കിൽ അവർക്ക് സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കാം ആനിമൽ വൈറസസിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പം വൈറസിൻ്റെ സ്ട്രക്ചർ ഇത്രയാണ്. ഇനി നമുക്കറിയാം ഹ്യൂമൻസിൽ ചില ഡിസീസസ് വൈറസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡിസീസസ് നോക്കാം. ഒന്നാമതായിട്ട് മംസ്, പിന്നെ സ്മോൾ പോക്സ്, ഹെർപ്പിസ് നമുക്കറിയാം നോൺ ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണ്. പിന്നെ ഇൻഫ്ലുവൻസ, എയ്ഡ്സ്, ഇതൊക്കെയാണ് വൈറൽ ഡിസീസസ് മെയിൻലി ഹ്യൂമൻസ്. ഇനി പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ചില സിംറ്റംസ് ഇത് പ്ലാന്റ്സ് കാണിക്കാറുണ്ട് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക്. മുസിയാക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ് ഉണ്ടാവാറുണ്ട്, യെല്ലോയിങ്, പിന്നെ വെയിൻ ക്ലിയറിംഗ്, പിന്നെ ഡ്വാഫിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്ലാന്റിൻ്റെ ഈ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് വൈറോയിഡ്സ് ആണ്. വൈറോയിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്. അതുപോലെ ഫ്രീ RNA ആണ്, അതായത് പ്രോട്ടീൻ കോട്ട് അവർക്ക് ആബ്സെന്റ് ആണ്. വൈറസിന്റെ കേസിൽ അവർക്ക് പ്രോട്ടീൻ കോട്ട് ഉണ്ട്, പക്ഷെ വൈറോയിഡ്സിന് ദേ ലാക്ക് പ്രോട്ടീൻ കോട്ട്. പിന്നെ ദേ ആർ സ്മോളർ ദാൻ വൈറസ്, വൈറസിനേക്കാൾ സ്മോളർ ആണ് നമ്മുടെ ഈ വൈറോയിഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ വൈറോയിഡ്സിന്റെ RNA ദേ ഹാവ് സ്ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. പിന്നെ അവർ കോസ് ചെയ്യുന്നൊരു ഡിസീസാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ, പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ആൻഡ് വൈറോയിഡ്സ് were discovered by Theo Dehner in the year 1971. 1971 ആദ്യമായിട്ട് വൈറോയിഡ്സ് ഡിസ്കവർ ചെയ്യുന്നത് ടിയോ ഡെയ്നർ ആണ് സയൻറ്റിസ്റ്റ്. ഓക്കെ, അപ്പോൾ വൈറോയിഡ്സിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? അവരുടെ ഇൻഫെക്ഷ്യസ് ഏജന്റ് ആണ്, ഫ്രീ RNA ആണ്, ദാറ്റ് ഇസ് ദേ ആർ ലാക്കിംഗ് ദ പ്രോട്ടീൻ കോഡ്. ദെൻ ദേ ആർ സ്മോളർ ദാൻ വൈറസ് ആണ്, RNA ലോ മോളിക്കുലർ വെയിറ്റ് ആണുള്ളത്. അതുപോലെ ദേ കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ് ആൻഡ് ദാറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ടിയോ ഡെയ്നർ ഇൻ ദ ഇയർ 1971. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രയോൺസിനെ കുറിച്ചാണ്. പ്രയോൺസ് എന്ന് പറയുന്നത് ദേ ആർ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീനേഷ്യസ് ഏജൻസ് ആണ്. ഓക്കെ, ഇൻഫെക്ഷ്യസ് പ്രോട്ടീനേഷ്യസ് ഏജന്റ് ആണ്. ദ ഏജന്റ് വാസ് സിമിലർ ടു സൈസ് വൈറസ്, വൈറസിന്റെ സൈസിനോട് വളരെ സിമിലർ ആണ് നമ്മുടെ പ്രയോൺസ് എന്ന് പറയുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. ഓക്കെ, അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇൻഫെക്ഷ്യസ് പ്രോട്ടീനേഷ്യസ് ഏജന്റ് ആണ്. ദ ഏജന്റ് വാസ് സിമിലർ ടു സൈസ് വൈറസ്. They consist of abnormally folded proteins. Okay, ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇവരുണ്ടാക്കുന്ന നോട്ടബിൾ ഡിസീസസ് നോക്കാം. എന്തൊക്കെയാണ് ഡിസീസസ്? ഒന്ന് ബൊവൈൻ സ്പോഞ്ചിയോഫോം എൻസെഫലോപ്പതി, നമ്മൾ BSE എന്ന് പറയും. ബൊവൈൻ സ്പോഞ്ചിയോഫോം എൻസെഫലോപ്പതി, BSE. ഇനി മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽസിൽ ഉണ്ടാവുന്ന മാഡ് കൗ ഡിസീസ്. ദെൻ CR ജേക്കബ് ഡിസീസ്, ദാറ്റ് ഇസ് CJD എന്ന് പറയും ഇൻ ഹ്യൂമൻസ്. ഓക്കെ, ഹ്യൂമൻസിൽ ഉണ്ടാവുന്നതാണ് CR ജേക്കബ് ഡിസീസ്. കാറ്റിൽസ് ഉണ്ടാവുന്ന മാഡ് കൗ ഡിസീസ്, ദെൻ ബൊവൈൻ സ്പോഞ്ചിയോഫോം എൻസെഫലോപ്പതി ഓർ BSE. ഓക്കെ, അപ്പോൾ പ്രയോൺസിനെ കുറിച്ച് അത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദ ചാപ്റ്റർ ആണ് ലൈക്കൻസ്. ലൈക്കൻസ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. നമുക്കൊരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കൻ എന്നറിയാം. അപ്പോൾ നോക്കാം. It is a symbiotic association between the algal component നമ്മൾ വിളിക്കുന്ന പേരാണ് phycobiont, and the fungal component അതിനെ പറയുന്നതാണ് mycobiont. Okay, so algal component phycobiont and fungal component mycobiont. അപ്പോൾ ആൽഗയും ഫംഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ്റെ പേരാണ് ലൈക്കൻ. ക്ലിയർ? അപ്പോൾ ഇവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു മ്യൂച്വൽ അസോസിയേഷൻ നമുക്ക് നോക്കാം. ആൽഗെ എങ്ങനെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഫുഡ്. ആൽഗെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫംഗൈ പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ആൽഗെ അല്ലേ. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൽഗയാണ്, ഫംഗൈ പ്രൊവൈഡ് ചെയ്യുന്നത് ഷെൽട്ടറും അതുപോലെ തന്നെ ന്യൂട്രിയൻസിനെയും വാട്ടറിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് കൊടുക്കുകയാണ് ആൽഗയ്ക്ക്. അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് ഫംഗൈ ചെയ്യുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആൽഗയാണ്. ഓക്കെ, ഇനി ലൈക്കൻസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദേ ആർ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ലൈക്കൻസിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് SO2 നമ്മുടെ സൾഫർ ഡയോക്സൈഡിൻ്റെ മെയിൻ ആയിട്ടുള്ള പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ആസ് ദേ ഡു നോട്ട് ഗ്രോ ഇൻ പൊല്യൂട്ടഡ് ഏരിയാസ്. ഓക്കെ, പൊല്യൂട്ടഡ് ഏരിയാസിൽ ആക്ച്വലി ലൈക്കൻസ് വളരത്തില്ല. ഇപ്പം ഒരു റീജിയനിൽ ലൈക്കൻസ് ഒക്കെ പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു റീജിയൻ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു റീജിയൻ്റെ പൊല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ലൈക്കൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇത്രയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ. ഇതിൽ മെയിനായിട്ട് നമ്മൾ വിറ്റാക്കസ് ക്ലാസിഫിക്കേഷൻ വരുന്ന 5 കിങ്ഡംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കിങ്ഡം മൊണേറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫംഗൈ ആൻഡ് കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അതിൽ ഫസ്റ്റ് 3 കിങ്ഡംസ് ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അവസാനത്തെ നമ്മുടെ പ്ലാന്റേയും അനിമേലിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റ് ചാപ്റ്റേഴ്സിൽ പഠിക്കും.
പിന്നെ നമ്മൾ ഈ കിങ്ഡംസിൽ ഉൾപ്പെടാത്ത നമ്മുടെ വൈറസും അതുപോലെ വൈറോയിഡ്സും പ്രയോൺസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു, അതുപോലെ ലൈക്കൻസിനെ കുറിച്ചും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുള്ള ചാപ്റ്റർ. നമുക്കിനി ഇതിപ്പോൾ ഒരു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു എന്താ പറയുക ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള. ഇനി നമുക്ക് കൂടുതലായിട്ട് ഈ NCERT വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം NCERT റീഡിങ് ഒരു സെഷൻ എന്തായാലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും തുടർന്ന് അത് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റിവിഷൻ സെഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് Daffodil Learning and it's me Vijitha. Let's master NEET together. Bye bye.